ഹലോ ഹലോ ഹലോ. മാത്തുക്കുട്ടിച്ചാണല്ലേ? അതെ അതെ. ഇന്ന് ബസ് സ്റ്റോപ്പിൽ നിന്നായിരുന്നു. ഇന്ന് നമ്മുടെ ആക്റ്റീവ കൊണ്ട് തന്നില്ലായിരുന്നു നന്നാക്കാൻ വേണ്ടി. തന്നായിരുന്നു മോനെ. ഞാൻ ഉച്ച കഴിഞ്ഞ് മുതൽ വിളിക്കുകയും ചെയ്തായിരുന്നു. ഞാൻ ഇച്ചിരി തിരക്കായി പോയി, അതുകൊണ്ടായിരുന്നു തിരിച്ചു വിളിക്കാൻ. നമ്മുടെ വണ്ടി ഞാൻ നോക്കിയായിരുന്നേ. അത് നല്ല പണിയാ വണ്ടിക്ക്, നല്ല പണി കിട്ടിയിട്ടുണ്ട് മോനെ. ഞാൻ പറഞ്ഞത് അത് ഒരു പണി കഴിഞ്ഞതാ. ഒരു പണി എന്ന് പറഞ്ഞാൽ അത് നിന്ന് പോയായിരുന്നു. ഈ ഓയിൽ ഒഴിക്കാതെ നമ്മൾ ഓടി അത് നിന്ന് പോയായിരുന്നു. അല്ല ചേട്ടാ, ഞാൻ പറഞ്ഞ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വണ്ടി അയച്ചായിരുന്നു. അപ്പൊ ഇത് ടാങ്കിനകത്തെ പെട്രോൾ ടാങ്കിനകത്തൊക്കെ പേപ്പർ കഷ്ണങ്ങളൊക്കെ കിടക്കുക. അപ്പൊ ടാങ്ക് ക്ലീൻ ചെയ്യാതെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിനകത്ത് എങ്ങനെ പെട്രോൾ ടാങ്കിനകത്ത് പേപ്പർ ഒക്കെ വരുന്ന അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സീറ്റ് തുറന്ന് എവിടെയെങ്കിലും വെച്ചിട്ട് ആരെങ്കിലും പെറുക്കിയിട്ടതാണോന്ന് അറിയത്തില്ല. കുറെ പേപ്പർ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോ ഒരു 8:30 അപ്പൊ ഞാൻ പോകുന്നിട്ട് ആദ്യത്തെ ഒരു പമ്പുണ്ടല്ലോ, ആദ്യത്തെ പമ്പിൽ ഞാനിപ്പോ കയറിയില്ല. ആദ്യത്തെ പണ്ട് ഞാൻ കയറിക്കൊണ്ടല്ലോ. അവിടെ ഇവന്മാര് മോനെ. ഹലോ, പറഞ്ഞോളൂ. അവിടെ ഇവന്മാർ ഇന്നാള് എന്നാന്ന് ചോദിച്ചാല് അവന്മാർ എനിക്ക് ഈ പെട്രോളിന് പകരം അവന്മാര് ഡീസൽ അടിച്ചു. അത് പിന്നെ ഞാൻ അവിടെ കയറുകയില്ല. അതുകൊണ്ട് ഞാൻ ആ പമ്പ് ഇപ്പുറത്തെ പമ്പിൽ അടിക്കാന്ന് വെച്ച് ഞാൻ പെട്രോൾ ഇല്ലായിരുന്നു, ശകലം പോലും ഇല്ല. ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ പമ്പ് അടച്ചിരിക്കുക. പമ്പിൽ ഇല്ല, വണ്ടി വന്നില്ലെന്ന് പറഞ്ഞ് അടച്ചിരിക്കുക. അപ്പൊ ഞാന് ഒരു രക്ഷയില്ല, പോരാൻ മാർഗവുമില്ല. അപ്പൊ ഞാനെന്നാ ഇത് ടാങ്കി തുറന്ന് നമ്മുടെ ആ കൃപാസനം പത്രത്തിന്റെ അതുകൊണ്ട് മരിയൻ ഉടമ്പടിയുടെ പ്രാർത്ഥനയുടെ ആ ഭാഗം ഞാൻ കുറച്ച് കീറിയിട്ട് കുറച്ച് ചെറുതായിട്ട് കീറി ഞാൻ ടാങ്കിലിട്ടിട്ട് ഞാൻ നല്ലപോലെ പ്രാർത്ഥിച്ചു. ടാങ്കില് മോനെ എന്ന് പറഞ്ഞാല് നമ്മള് മോനെ ഈ കൃപാസനം പത്രം ഉണ്ടല്ലോ, മോനറിയാലോ കൃപാസനം പത്രം. ജെയിംസിനോടൊക്കെ ചോദിച്ചാൽ അറിയാം. അത് ഒത്തിരി പത്രം ടാങ്കിലിട്ടെന്ന് എന്ത് ഞാൻ കേട്ടില്ല, അതൊരു പറഞ്ഞേ. മോനെ കൃപാസനം പത്രമുണ്ട്, കൃപാസനം. ആ പത്രം ചെറുതായിട്ട് കീറിയിട്ട് ഞാൻ ഈ ടാങ്കിലിട്ട് പ്രാർത്ഥിച്ചു നല്ലപോലെ. അപ്പം അങ്ങനെ ഇത് തമാശ പറയാൻ എന്റെ മോന് അത് തമാശക്കുള്ള കാര്യമല്ല. നമ്മള് ഈ പത്രപേപ്പർ എന്തിനാ പെട്രോൾ ടാങ്കിനകത്ത് ഇട്ടത്? മോനെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലർക്കും. അന്നക്കുട്ടി ടീച്ചറൊക്കെ പറയുന്നേക്കണം, പല കാര്യങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനിത് ഈ പത്രം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് ഇത് സ്റ്റാർട്ട് ആകുന്നില്ല. പത്രപേപ്പർ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും സ്റ്റാർട്ട് ആകത്തില്ല. പെട്രോൾ തീർന്നാൽ പെട്രോൾ തന്നെ ഒഴിക്കേണ്ടി വരും.